അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1356, സൂറത്ത് ഹൂദ് 18 മുതൽ 24 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أظلم ممن افترى على الله كذبا أولئك يعرضون على ربهم ويقول الأشهاد هؤلاء الذين كذبوا على ربهم ألا لعنة الله على الظالمين الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة هم كافرون أولئك لم يكونوا معجزين في الأرض وما كان لهم من دون الله من أولياء يضاعف لهم العذاب ما كانوا يستطيعون السمع وما كانوا يبصرون أولئك الذين خسروا أنفسهم وضل عنهم ما كانوا يفترون لا جرم أنهم في الآخرة هم الأخسرون إن الذين آمنوا وعملوا الصالحات وأخبتوا إلى ربهم أولئك أصحاب الجنة هم فيها خالدون مثل الفريقين كالأعمى والأصم والبصير والسميع هل يستويان مثلا أفلا تذكرون صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ومن أظلم ممن افترى على الله كذبا. അള്ളാഹുവിന്റെ മേലിൽ കള്ളം നിർമ്മിച്ചുണ്ടാക്കിയവരെക്കാൾ അക്രമികൾ ആരുണ്ട്? ആരുമില്ല. ഏറ്റവും വലിയ അക്രമികൾ അവർ തന്നെ എന്നർത്ഥം. ഉലൈക യുറദൂന അലാ റബ്ബിഹിം. അങ്ങനെയുള്ള ആളുകൾ അവന്റെ നാഥന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നതാണ് അന്ത്യനാളിൽ. വയഖൂലുൽ അശ്ഹാദു. ആ സമയത്ത് സാക്ഷികൾ പറയുകയും ചെയ്യും, ഹൗലാഇൽ ലദീന കദബൂ അലാ റബ്ബിഹിം. ഇവരായിരുന്നു അവരുടെ നാഥന്റെ മേലിൽ കള്ളം പറഞ്ഞിരുന്നവർ എന്ന്. അള്ളാഹുവിന് മക്കളുണ്ട്, പങ്കാളികളുണ്ട്, പെൺമക്കൾ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. അലാ ലാനത്തുല്ലാഹി അലൽ ളാലിമീൻ. അറിയണം, അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലിലാകുന്നു. അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുന്നവരാണവർ. വയബ്ഗൂനഹാ ഇവജ. ആ മാർഗം വക്രമായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് അവർ. വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ. അവർ പരലോകത്തെ സംബന്ധിച്ച് നിഷേധിക്കുന്നവർ തന്നെയാണ്. അങ്ങനെ ഒരു ലോകം വരാനില്ല, അത്തരമൊരു പ്രോസസ് ഉണ്ടാവാനില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഉലൈക ലം യകൂനു മുഅ്ജിസീന ഫിൽ അർള്. അവർ ഒരിക്കലും ഭൂമിയിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരായിട്ടില്ല. വമാ കാന ലഹും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ. അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അവർക്ക് മറ്റൊരു സംരക്ഷകരും ഉണ്ടായിട്ടും ഇല്ല. യുളാഅഫു ലഹുമുൽ അദാബു. അവർക്ക് ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടുന്നതാണ്. മാ കാനൂ യസ്തതിഊന സമഅ വമാ കാനൂ യുബ്സിറൂൻ. അവർ കാണാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ കേൾക്കാനോ കഴിവുള്ളവരായിരുന്നില്ല. ഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും. അവർ അവരുടെ ശരീരങ്ങളെ പരാജയപ്പെടുത്തിയവരാകുന്നു. വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. അവർ നിർമ്മിച്ചുണ്ടാക്കിയ ദൈവങ്ങളെല്ലാം അവരെ തൊട്ട് വഴിതിരിഞ്ഞു പോവുകയും ചെയ്തു. ലാ ജറമ. നിസ്സംശയം. അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ അഖ്സറൂൻ. അവർ തന്നെയാണ് പരലോകത്ത് പരാജയപ്പെട്ടവർ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി. നിശ്ചയം സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർ. വഅഖ്ബത്തു ഇലാ റബ്ബിഹിം. അവരുടെ നാഥനിലേക്ക് താഴ്മയോടുകൂടെ മടങ്ങുകയും ചെയ്തിട്ടുള്ള ആളുകൾ. ഉലൈക അസ്ഹാബുൽ ജന്ന. അവർ സ്വർഗാവകാശികളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ. അവരാ സ്വർഗത്തിൽ ശാശ്വതമായി താമസിക്കുന്നവരുമാണ്.
മസലുൽ ഫരീഖൈനി രണ്ട് വിഭാഗത്തിന്റെ ഉപമ കൽ അഅമാ വൽ അസമ്മി വൽ ബസീരി വസ്സമിഅ അന്ധനും ബധിരനുമായ കേൾവിയും കാഴ്ചയും ഇല്ലാത്തവരെ പോലെയും അതേപോലെ കേൾവിയും കാഴ്ചയും ഉള്ളവരെ പോലെയുമാണ്. ഹൽ യസ്തവിയാനി മസല അവർ രണ്ടു വിഭാഗവും സമമാകുമോ? ഒരിക്കലും സമമല്ല. ഇതുപോലെയാണ് സത്യവിശ്വാസിയും അതേപോലെ തന്നെ സത്യനിഷേധിയും. അഫലാ തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവന്റെ മേലിൽ കള്ളം കെട്ടിപ്പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഇല്ലാത്തത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരേറ്റവും വലിയ അക്രമികളാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. വമൻ അളലമു ആരാണ് ഏറ്റവും വലിയ അക്രമി മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ അല്ലാഹുവിന്റെ മേലിൽ കള്ളം നിർമ്മിച്ചുണ്ടാക്കിയവരെക്കാൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പെൺമക്കളുണ്ടെന്ന് പറഞ്ഞവർ മക്കത്തെ മുശ്രിക്ക്, ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞ നസാറാക്കൾ, ഉസൈർ അലൈഹിസ്സലാം പടച്ചവന്റെ പുത്രനാണെന്ന് പറഞ്ഞ യഹൂദികൾ, അതേപോലെ ഒട്ടനവധി അല്ലാഹുവിന് പങ്കാളികളുണ്ടെന്ന് പറഞ്ഞ എല്ലാ ബഹുദൈവവാദികളും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള തെറ്റായ വാദങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളവർ, അവരെക്കാൾ അക്രമികൾ ആരുണ്ട് എന്ന് വെച്ചാൽ ആരുമില്ല, ഏറ്റവും വലിയ അക്രമികൾ അവർ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളുടെ ദുര്യോഗമാണ് തുടർന്ന് അല്ലാഹു പറയുന്നത് ഉലൈക യുറദൂന അലാ റബ്ബിഹിം അവരവരുടെ നാഥന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നതാണ് പരലോകത്ത്. അങ്ങനെ ഹാജരാക്കപ്പെടുന്ന സമയത്ത് വയഖൂലുൽ അഷ്ഹാദു സാക്ഷികൾ പറയുകയും ചെയ്യും. അതായത് മലക്കുകൾ, അതേപോലെ തന്നെ പ്രവാചകന്മാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതേപോലെ തന്നെ അവരുടെ അമലുകളെല്ലാം രേഖപ്പെടുത്തിയിരുന്ന മലക്കുകൾ ഉൾപ്പെടെയുള്ളവർ എന്നായിരിക്കാം. അതുകൊണ്ട് ആ സാക്ഷികൾ എന്നതിന്റെ ഉദ്ദേശം എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവരെല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിൽ ഇവരെ ഹാജരാക്കപ്പെടുമ്പോൾ ആ ഹാജരാക്കപ്പെടുന്നിടത്ത് മനുഷ്യന്മാരും ജിന്നുകളും അടക്കം എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാക്ഷികൾ പറയും ഇവരെ സംബന്ധിച്ച് ഹൗലാഇ അല്ലദീന കദബു അലാ റബ്ബിഹിം അവരുടെ നാഥന്റെ മേലിൽ കളവ് പറഞ്ഞവരാണ് പടച്ചവനെ ഇവരെ വെറുതെ വിടാൻ പാടില്ല എന്ന്. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ അക്രമികളുടെ മേലിലാകുന്നു നാശം എന്നറിയുക, ശാപം എന്നറിയുക എന്ന് അല്ലാഹു പറഞ്ഞു. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. സഫ്വാൻ ഇബ്നു മുഹരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ കൈ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഒരിക്കൽ. ആ സമയത്തതാ ഒരാളെ അവിടെ കൊണ്ടുവരപ്പെടുന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹം എന്നോട് ചോദിക്കുന്നു കൈഫ സമയത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫിൻ നജ്വാ യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഉണ്ടാകുന്ന ഒരു സംഭാഷണത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പറയുന്നതാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത് എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു. ഖാല ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇന്നല്ലാഹ അസ്സ വജല്ല നിശ്ചയം അല്ലാഹു തആല യുദിനിൽ മുഅ്മിന ഫയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു മിനന്നാസ് വയുഖജ്ജിറുഹു ബിദുനൂബിഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ആളുകൾ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഒരു സത്യവിശ്വാസിയെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കി അവൻ അല്ലാഹു തആല പ്രത്യേക സുരക്ഷിതത്വവും അതേപോലെ തന്നെ മറയുമൊക്കെ നൽകിക്കൊണ്ട് അവന്റെ ദോഷങ്ങൾ ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അവൻ സമ്മതിച്ചു പറയും. അതായത് അല്ലാഹു അവനോട് ചോദിക്കുന്നു അതാരിഫു ദംബക്കദാ താരിഫു ദംബക്കദാ അതാരിഫു ദംബക്കദാ ഇന്നാലിന്റെ തെറ്റുകളൊക്കെ നീ ചെയ്തിട്ടില്ല അത് നിനക്കറിയുമോ എന്നിങ്ങനെ ഓരോ കുറ്റങ്ങളെ എടുത്തെടുത്ത് ചോദിക്കും. അപ്പോഴൊക്കെ ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി ഈ വിശ്വാസിയായ അടിമ അതെല്ലാം സമ്മതിക്കും, പടച്ചോനെ അത് ശരിയാണ്, അന്നിന്റെ അടുത്ത് അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ തെറ്റുകളുടെ കൂമ്പാരം ഇങ്ങനെ ചോദ്യങ്ങളായിട്ട് വരുമ്പോ ഞാൻ നശിച്ചുവെന്ന് അഥവാ നരകത്തിലെത്തിയെന്ന് അയാൾ ഉറപ്പിക്കും മനസ്സിൽ. കാരണം എന്താ തെറ്റുകളുടെ എണ്ണം അല്ലാഹു തആല ഓരോന്ന് പറയുമ്പോൾ ഒന്നും നിഷേധിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കുറ്റങ്ങളുള്ള നിന്നെ നരകത്തിലിടുമെന്നിട്ട് അല്ലാഹു പറയുമോ എന്ന് അയാൾ ഉറപ്പിച്ചു നിൽക്കുക. അപ്പോഴല്ലാഹു തആല പറയും ഇന്നി ഖദ് സതർതുഹാ അലൈക ഫിദ്ദുനിയാ ഇത്രയൊക്കെ കുറ്റങ്ങൾ നിനക്കുണ്ടെങ്കിലും അതൊക്കെ ഭൂമിയിൽ ഞാൻ നിന്നെ തൊട്ട് ജനങ്ങളെ തൊട്ട് മറച്ചു വെച്ചിരുന്നു നിന്റെ മേലിൽ. അതുകൊണ്ട്
ഇന്ന് ഞാൻ ആ തെറ്റുകളെല്ലാം നിനക്ക് പുറത്തു തരികയാണ് എന്ന് അദ്ദേഹത്തോട് പറയും. എന്നിട്ട് സുബ്ബയൊഴുത്തി കിതാബ ഹസനാത്തിഹി, എന്നിട്ട് അദ്ദേഹം ചെയ്ത നന്മകളുടെ റെക്കോർഡ് രേഖപ്പെടുത്തിയ ഗ്രന്ഥം അള്ളാഹു അദ്ദേഹത്തിന് നൽകും. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പോകും. യജമാനനായ റബ്ബവന്റെ മഹ്ലു ഫദ്ലുണ്ട്. നമ്മളെല്ലാവരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വഅമ്മൽ കുഫാറു വൽ മുനാഫിഖൂൻ, അതേസമയത്ത് അവിശ്വാസികളും കപടന്മാരുമായിട്ടുള്ള ആളുകൾ അവരെ ഹാജരാക്കപ്പെടുമ്പോൾ തന്നെ ഫയഖൂലുൽ അശ്ഹാദു, സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയും, ഹൗലാ ഇല്ലദീന കദബു അലാ റബ്ബിഹിം, അവരുടെ നാഥന്റെ മേലിൽ കളവ് പറഞ്ഞവരാണ് പടച്ചോനെ ഇവരെ വെറുതെ വിടാൻ പാടില്ല. ഉടനെ തന്നെ തീരുമാനം വരുന്നു, അലാ അറിയണേ, ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലിലാകുന്നു എന്ന പ്രഖ്യാപനം വരും. അല്ലദീന യസുദ്ദു, എന്നിട്ട് ആ അവിശ്വാസികളുടെ സ്വഭാവം പറയാണ്, അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുന്നവരായിരുന്നു അവർ. അതായത് യറുദ്ദൂന അന്നാസ അൻ ഇത്തിബാഇൽ ഹഖ് വസുലൂകി ത്വരീഖിൽ ഹുദാ അൽ മൂസിലത്തി ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന മാർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും സത്യം പിന്തുടരുന്നതിൽ നിന്നും ജനങ്ങളെ തടയുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. വയുജന്നിബൂനഹുമുൽ ജന്ന, അവർക്ക് സ്വർഗത്തിൽ നിന്ന് അവരെ അകറ്റാനുള്ള പണികളായിരുന്നു അവരെടുത്തുകൊണ്ടിരുന്നത്. വയബൂനഹായി വജാ, ആ മാർഗത്തെ അവർ വക്രീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു, ഉദ്ദേശിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവരുടെ മാർഗം ശരിയായ റൂട്ടിലൂടെ പോകരുത് എന്നവർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ പണിയെടുത്തു. വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, അവർ പരലോകത്തെ സംബന്ധിച്ച് നിഷേധിക്കുന്നവരായിരുന്നു. അഥവാ അങ്ങനൊരു പരലോകം വരാനില്ല, മരിച്ചു മണ്ണായാൽ പിന്നെന്ത് പരലോകം, ഇതായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ അവർ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. ആ ഹാജരാക്കപ്പെടുന്ന സമയത്തെ സംബന്ധിച്ച് അള്ളാഹു പറയാണ്, ഉലൈക ലം യകൂനു മുഅ്ജിസീന ഫിൽ അർളി, ഭൂമിയിൽ വെച്ച് തന്നെ അവരെ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വമാ കാന ലഹും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അള്ളാഹുവിന് പുറമെ അവർക്ക് യാതൊരു സംരക്ഷകരും സഹായികളും ഉണ്ടായിട്ടുമില്ല. എന്നിട്ടും അവർ ഇவ்விധത്തിലുള്ള ധിക്കാരം പ്രവർത്തിച്ചുവെങ്കിൽ യുളാഅഫു ലഹുമുൽ അദാബ്, അവർക്ക് ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടുന്നതാണ്. അതായത് പരലോകത്ത് നിഷേധത്തിന്റെ ഓരോ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷകൾ അങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. കാരണം ഭൂമിയിൽ ജീവിച്ചപ്പോൾ അല്ലാഹു അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അന്ന് തന്നെ അവരെ ശിക്ഷിക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും അല്ലാഹുവിന് സാധിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹു തആല വീണ്ടും വീണ്ടും അവർക്ക് അവസരങ്ങൾ നൽകി, വീണ്ടും വിചാരത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ആ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും മാ കാനൂ യസ്തതിഊന സമഅ വമാ കാനൂ യുബ്സിറൂൻ, അവർക്ക് കേൾക്കാനോ സത്യം കാണാനോ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അവര് കാര്യങ്ങളെ യഥാവിധി ചിന്തിച്ചു മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിന്റെ റൂട്ടിലേക്ക് കടന്നു വരാൻ അവർ തയ്യാറായില്ല. അതാണ് അവർക്ക് ശിക്ഷ ഇരട്ടിയായി കിട്ടാൻ കാരണമെന്നർത്ഥം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ബൽകാനു സുമ്മൻ അൻ സമാഇൽ ഹഖ്, സത്യം കേൾക്കുന്നതിൽ നിന്ന് അവരുടെ കാത് പൊട്ടിയിരുന്നു. ഒമിയന്നൽ ഇത്തിബാഹി, സത്യം പിന്തുടരിൽ നിന്ന് അവർക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ നരകത്തിലെത്തിപ്പെടാൻ ആവശ്യമായ സ്വഭാവങ്ങളെ അവർ കഴിച്ചുകൂട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിഹാദാ യുഅസ്സബൂന അലാ കുല്ലി അംരിൻ തറക്കൂഹു, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, അവർ ഉപേക്ഷിച്ച എല്ലാ കൽപ്പനകളുടെ പേരിലും, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള കൽപ്പനകൾ ഉപേക്ഷിച്ച ഓരോന്നിന്റെ പേരിലും അവർക്ക് ശിക്ഷ കിട്ടും. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നർത്ഥം. വഅലാ കുല്ലി നഹീൻ ഇർതകബൂഹു, അവർ ചെയ്തിരിക്കുന്ന എല്ലാ വിലക്കുകൾ, ചെയ്യരുത് എന്ന് വിലക്കിയ സംഗതി അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം അവർക്ക് ശിക്ഷ കിട്ടും. ചെയ്യണമെന്ന് പറഞ്ഞത് അവരെന്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ അതിന്റെ പേരിലും അവർക്ക് ശിക്ഷ കിട്ടും. വലിഹാദ, ഇതുകൊണ്ടാണ് കാനാ സഹൽ അഖ്വാലി അന്നഹും മുകല്ലഫൂന ബിഫുറൂഇ ശറഈ അംരിഹാ വനഹിഹാ ബിന്നിസ്ബതി ഇലദ്ദാരിൽ ആഖിറ. പാരത്രിക ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ എല്ലാ ഇസ്ലാമിന്റെ ശാഖാപരമായ വിഷയങ്ങൾ കൊണ്ടും അവിശ്വാസികൾക്കും കൽപ്പനകളുണ്ട്. ഭൂമിയിൽ വെച്ച് അവർ വിശ്വാസത്തിലേക്ക് വന്നാൽ നേരത്തെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് അവരോട് പറയില്ല. അതേസമയത്ത് ഒന്നും ചെയ്യാതെ അവർ മരണപ്പെട്ടു പോയാൽ എല്ലാ കാര്യങ്ങളുടെ പേരിലും പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഏറ്റവും പ്രബലമായ അഭിപ്രായം അതാണെന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് അവർക്ക് ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞത് എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അല്ലാഹു അവരെക്കുറിച്ച് പറയാണ്, ഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും,
അവരവരുടെ സ്വന്തത്തെ തന്നെ പരാജയപ്പെടുത്തിയവരാണ്, നഷ്ടത്തിലാക്കിയവരാണ്. വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവർ മെനഞ്ഞുണ്ടാക്കിയ ദൈവങ്ങളെല്ലാം അവരെ തൊട്ട് വഴിമാറി സഞ്ചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ എത്തിപ്പെടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും അവരൊരുക്കി വെച്ചു. ആ നരകത്തിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സഹായികളാകുമെന്ന നിലക്ക് ഒരുപാട് ദൈവങ്ങൾ അവർ പൂജിച്ചിരുന്നു. അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പലതിന്റെയും പുറകെ അവർ പോയിരുന്നു. പക്ഷെ അവരാരും ഇവിടെ സഹായത്തിന് വരുന്നില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലിയകൂനൂ ലഹും ഇസ്സ കല്ലാ സയക്ഫുറൂന ബിഇബാദതിഹിം വയകൂനൂന അലൈഹിം ളിദ്ദ. സൂറത്തു മറിയമിന്റെ 81-82 സൂക്തങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം. ഞങ്ങൾക്ക് പരലോകത്തൊരു ശക്തിയാകുമെന്ന നിലക്ക്, ഒരു വലിയ ഊർജമാകുമെന്ന നിലക്ക് അള്ളാഹുവിന് പുറമെ പല ദൈവങ്ങളെയും അവരുണ്ടാക്കി. പക്ഷെ പരലോകത്ത് വരുമ്പോൾ അത് വിപരീത ഫലമാണ് അവർക്ക് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ആ ദൈവങ്ങൾ അവിടെ വെച്ച് ഇവരെ തള്ളിപ്പറയും. ഇവർ ഞങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി ഇവരോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ ആരാധന ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നവർ നിഷേധിക്കും. അങ്ങനെ പരലോകത്ത് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്തത് വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ 166-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാമല്ലോ, ഇസ്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. പിന്തുടർന്നവർ പിന്തുടരപ്പെട്ടവരെ തൊട്ട് ഒഴിവാകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാനാവില്ല എന്നവർ പറഞ്ഞൊഴിയുന്ന ദിവസം, അങ്ങനെ അനുയായികളായിരുന്നവർ വടിപിടിക്കുന്ന ദിവസം എന്ന് നമുക്കതിനെ കുറിച്ച് പറയാം. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ അവരെത്തിപ്പെട്ടു. ലാ ജറമ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ അഖ്സറൂൻ. നിസ്സംശയം നമുക്ക് പറയാം, സംശയമില്ല, അവർ പരലോകത്ത് പരാജയപ്പെട്ടവർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, യുഖ്ബിറു തആല അൻ ഹാലിഹിം. ആ നിഷേധികളുടെ അവസ്ഥയെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്, അന്നഹും അഖ്സറുൻ നാസി സഫഖതൻ ഫിദ്ദാരിൽ ആഖിറ. പാരത്രിക ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെട്ട പൊളിഞ്ഞ ബിസിനസ് നടത്തിയവരാണ് അവർ എന്നാണ് അല്ലാഹു പറയുന്നത് അവരെ കുറിച്ച്. കാരണം അന്നഹും ഇസ്തബ്ദലൂ ബിദ്ദറകാത്തി അനിദ്ദറജാത്ത്. അവർക്ക് വലിയ ഗ്രേഡുകളും സ്ഥാനങ്ങളും ലഭിക്കുന്നതിന് പകരം അങ്ങേയറ്റത്തെ നാശമാണ് അവർ തെരഞ്ഞെടുത്തത്. വഅതാദു അൻ നഈമിൽ ജിനാനി ബിഹമീമിൻ ആൻ. ആ സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങൾ അനുവദിക്കുന്നതിന് പകരം, ആസ്വദിക്കുന്നതിന് പകരം അതികഠിനമായ ചൂടുള്ള മാഉൽ ഹമീം കുടിക്കേണ്ട ഗതികേടാണ് അവരുടെ ജീവിതം കൊണ്ട് അവർ ഒരുക്കി വെച്ചത്. വാൻ ശുർബിർ റഹീഖിൽ മഖ്തൂം, സീലുവെക്കപ്പെട്ട മേത്തരം കോപ്പകളിലുള്ള മദ്യങ്ങൾ കുടിക്കാനുള്ള സൗഭാഗ്യത്തിൽ നിന്ന് ബിസമൂമിൻ വഹമീം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങേയറ്റം തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റും അതേപോലെ തന്നെ കത്തിത്തളച്ചു നിൽക്കുന്ന വെള്ളവും കുടിക്കേണ്ട ഗതികേടാണ് അവർക്കുണ്ടായത്. വളില്ലുമിയഹ്മൂം, അതേപോലെ കരിമ്പുകയുടെ തണലിൽ കഴിയേണ്ട ശിക്ഷയുടെ വല്ലാത്ത സ്വഭാവങ്ങളാണ് അവർക്കായിട്ട് ഒരുക്കി വെച്ചത്. വാനിൽ ഹുരിൽ ഐനി, സ്വർഗസ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷത്തിന് അവർ തയ്യാറാകേണ്ട, അതിന് യോഗ്യത നേടേണ്ടതിന് പകരം അവർ പകരമാക്കി വെച്ചത് എന്താണ്? ബിതആമിൻ മിൻ ഗസ്ലീൻ, ദുർനീരുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു തരം വൃത്തികെട്ട ആഹാരമാണ് അവർ അതിനു പകരം ഒരുക്കി വെച്ചത്. വാനിൽ ഖുസൂരിൽ ആലിയത്തി ബിൽ ഹാവിയ, ഉന്നതമായ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കാനുള്ള യോഗ്യതയ്ക്ക് പകരം അവർ നേടിയെടുത്തത് എന്താണ്? അങ്ങേയറ്റം കത്തിയെരിയുന്ന നരകത്തിന്റെ അതിശക്തമായ ചൂടാണ് അവർ തെരഞ്ഞെടുത്തത്. വാൻ ഖുർബിർ റഹ്മാൻ വറുയത്തി, അള്ളാഹുവുമായുള്ള സാമീപ്യവും അവനെ കാണലും അവനെ ദർശിക്കലും അതിനുള്ള യോഗ്യത നേടുന്നതിന് പകരം അവർ തെരഞ്ഞെടുത്തത് എന്തിനാണ്? അള്ളാഹുവിന്റെ കടുത്ത ദേഷ്യവും അതേപോലെ തന്നെ അവന്റെ ശിക്ഷയുമാണ് അവർ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഫലാ ജറമ, നിസ്സംശയം നമുക്ക് പറയാം, അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ അഖ്സറൂൻ, പരലോകത്ത് അവർ തന്നെയാണ് പരാജയപ്പെട്ടവരെന്ന് പറയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, നിശ്ചയം സത്യവിശ്വാസം സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, അഥവാ മനസ്സ് ശരിയാക്കുകയും അതോടൊപ്പം അവയവങ്ങളെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ, വഅഖ്ബതു ഇലാ റബ്ബിഹിം, അവരുടെ നാഥനിലേക്ക് വിനയപൂർവ്വം മടങ്ങുകയും ചെയ്തവർ, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും യജമാനനായ റബ്ബ് അനുഗ്രഹിച്ചാലേ രക്ഷപ്പെടൂ എന്ന ആ ഒരു ഭയത്തോടുകൂടെ ജീവിതം നയിച്ചിട്ടുള്ളവർ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗാവകാശികളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവർ കാലാകാലം ആ സ്വർഗത്തിൽ താമസിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, മസലുൽ ഫരീഖൈനി, ഈ രണ്ട് വിഭാഗത്തിന്റെ ഉപമ കൽ അഅമാ വൽ അസമ്മി,
കണ്ടു കാണാത്ത അതേപോലെ തന്നെ കാത് കേൾക്കാത്ത ആളെപ്പോലെയാണ്. വൽ ബസീരി വസ്സമീഇ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെ പോലെയുമാണ്. അഥവാ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആളുകളുടെ ഉദാഹരണം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവന്റെ ഉദാഹരണവും, സത്യവിശ്വാസത്തെ തള്ളിക്കളഞ്ഞ് നിഷേധിച്ചവരുടെ ഉദാഹരണം കണ്ണും കാതും ഇല്ലാത്തവന്റെ ഉദാഹരണവുമാണ് എന്ന് പറഞ്ഞാൽ ഹൽ യസ്തവിയാനി മസല, ഈ രണ്ടു കൂട്ടരും ഉപമയാൽ സമമാണോ? ഒരിക്കലും സമമല്ല. അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അപ്പോ സത്യവിശ്വാസി കണ്ണും കാതുമുള്ളവനെ പോലെ വിഷയങ്ങളെല്ലാം വസ്തുതാപരമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അതിന്റെ മെറിറ്റ് അനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ ആവശ്യമായ പ്രിപ്പറേഷനുമായി മുന്നോട്ട് പോയവനാണ്. അതേസമയത്ത് സത്യനിഷേധി അന്ധനെ പോലെ അതേപോലെ തന്നെ ചെകിടനെ പോലെ സത്യം സ്വീകരിക്കുന്നതിനും അത് അംഗീകരിക്കുന്നതിനും സന്മനസ് കാണിക്കാത്തവനാണ്. അങ്ങനെ അനന്തമായ പരാജയത്തിലേക്ക് പരലോകത്ത് എത്തിപ്പെട്ടവനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.